പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്താ വിഷയമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് യേശു മിശിഹ മഹത്വത്തോടെ വരുന്നതും അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നതും കാണാനുള്ള മാർഗങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിശദീകരണങ്ങൾ കാണുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനവും അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നതും കാണാനുള്ള മാർഗങ്ങളെ കുറിച്ച് 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിലൊന്നാം ഭാഗം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ഒന്നാം ഭാഗം 9-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പക്ഷെ 9-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ 8:31 മുതലുള്ള വാക്യങ്ങൾ അതിന് പശ്ചാത്തലമായി നിൽക്കുന്നു. 8:31 മുതൽ 10:52 വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. അതിന് അനുതപിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തു. തനിക്കിഷ്ടപ്പെട്ട 12 പേരെ കർത്താവ് മലമുകളിലേക്ക് വിളിച്ചു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും യേശുവിനു വേണ്ടിയും യേശുവിന്റെ സുവിശേഷത്തിനു വേണ്ടിയും നിലകൊള്ളുമ്പോൾ നമ്മൾ ദൈവ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ജീവിക്കുന്നവരായി മാറും. ദൈവ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോലും തയ്യാറാകും. 9-ാം അധ്യായത്തിലേക്കുള്ള ടേണിംഗ് പോയിന്റ് ആണ് 8-ാം അധ്യായം 38-ാം വാക്യം. എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞേക്കുന്നത് എന്തിനെ കുറിച്ചാ? കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനം. അവിടുത്തെ വചനത്തിനു വേണ്ടി ജീവിക്കുന്നവർ അവിടുത്തെ ആഗമനം ദർശിക്കും. മാത്രമല്ല, ആഗമനത്തിൽ കർത്താവ് നമ്മെ ഏറ്റുപറയും. ഇത്രയും പശ്ചാത്തലത്തോടെയാണ് 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നത്. 9-ാം അധ്യായം 1-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ 8:38 അവസാനം പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിന്റെ മഹത്വത്തിൽ വരുന്നത്. അതാണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ആദ്യം പറഞ്ഞത്. കർത്താവ് യേശു മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനവും അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നതും കാണാനുള്ള മാർഗങ്ങളെന്ന്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ മാർഗങ്ങളാണ്, അതിന് വഴിയൊരുക്കുന്നു. ഇനി അതിന്റെ വളരെ വ്യക്തമായ വിശദീകരണത്തിലേക്ക് 9-ാം അധ്യായം മുതൽ നമ്മൾ പോവുകയാണ്. അപ്പൊ ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണമാണ് കർത്താവിന്റെ പുനരാഗമനത്തിൽ സംഭവിക്കുന്നത്. കർത്താവിന്റെ 2-ാം വരവിലാണ് ഈ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം. ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിലാണ് സംഭവിക്കുന്നത്. 8:38 അവസാനവും 9:1 ഒരുമിച്ച് കാണണം. യേശുവിന്റെ മഹത്വത്തോടുകൂടെയുള്ള വരവ് അവന്റെ രാജ്യത്തിന്റെ ശക്തിയോടെയുള്ള വരവ്. ഇത് കാണുന്നതിന് മുമ്പ് മരിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് 9:1 കർത്താവ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം?
ദൈവരാജ്യ പൂർത്തീകരണത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ 3 ഘട്ടങ്ങളായിട്ട്. പഴയ നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പഴയ നിയമ പ്രവചനങ്ങളിലുണ്ട്. തൽക്കാലം പ്രവചനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പുതിയ നിയമത്തിലെ കർത്താവിന്റെ ഈ വാഗ്ദാനം അല്ലെങ്കിൽ പ്രവചനം ആദ്യം കാണുന്നത് അതിൻ്റെ ഒരു പ്രീവ്യൂ, ഒരു മുൻരൂപമാണ് 9-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന യേശുവിന്റെ മറുരൂപപ്പെടൽ. ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവന്റെ വസ്ത്രം ശോഭയേറിയത് വെണ്മയേറിയതായി മാറി. മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അപ്പൊ യേശുവിന്റെ മഹത്വം മാത്രമല്ല, യേശുവിനോടൊപ്പം സ്വർഗത്തിന്റെ ദൃശ്യങ്ങൾ അവർ കാണുകയാണ്. മലമുകൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്, ദൈവിക വെളിപാടിന്റെ ഇടമാണ്. പത്രോസും യാക്കോബും യോഹന്നാനും മലമുകളിലായിരുന്നു ഈ മഹത്വം ദർശിക്കുകയാണ്. അവർക്കുപരി മഹത്വം വെളിപ്പെട്ട് കിട്ടുകയാണ്. യേശുവിന്റെ മറുരൂപപ്പെടലിലൂടെ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് ഒരു നിമിഷം അവരൊന്ന് കണ്ടു. മാത്രമല്ല, ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. ഏലിയ നമുക്കറിയാം മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ്. ഏലിയ, മോശ, ഇവർ രണ്ടുപേരും കർത്താവിനോട് സംസാരിക്കുന്നത് അവർ ദർശിച്ചു. ഇത് കണ്ടപ്പോൾ പത്രോസ് സ്വയം മറന്നുപോയി. പത്രോസിന് ഈ സാന്നിധ്യം കൂടുതൽ ആസ്വാദ്യമായി തോന്നി. താഴ്വരകളിലെ ജീവിതത്തെക്കാൾ മഹനീയമായിട്ട് തോന്നി. പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അപ്പോ മോശയും ഏലിയായും യേശുവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവിക വെളിപാട് പൂർണ്ണമാകുന്നത്. മോശയും ഏലിയായും അഥവാ നിയമവും പ്രവാചകന്മാരും യേശുവിൽ പൂർത്തിയായി. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. നിങ്ങൾ ഇനിയും മോശയുടെ നിയമത്തിൽ പറയുന്നതും പ്രവാചകന്മാരിൽ പറയുന്നതും ചിന്തിച്ച് കാത്തിരുന്ന പോരാ. അത് ഓൾറെഡി യേശുവിൽ നിറവേറി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കാൻ. ഇവനിലൂടെ ലഭിച്ച പൂർണ്ണമായ ദൈവിക വെളിപാടിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ശിഷ്യഗണത്തെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ മഹത്വം അവർ ദർശിച്ചു. മോശയും ഏലിയായും കർത്താവിനോട് സംസാരിക്കുന്നത് അവർ കണ്ടു. അപ്പൊ ഇവർക്ക് ദൈവിക വെളിപാട് ദൃശ്യരൂപത്തിലും കിട്ടി. അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ സ്വരം അത് സ്ഥിരീകരിക്കാൻ, അതായത് റെവലേഷൻ ത്രൂ ദ വേർഡ്, ദൈവത്തിന്റെ വചനത്തിലൂടെ നൽകുന്ന വെളിപാട്, അത് അവർ ശ്രവിച്ചു. അപ്പൊ അത് കേൾവിയിലൂടെയാണ് സ്വീകരിച്ചത്, അല്ലേ? അവർ കണ്ണുകൊണ്ട് മഹത്വം ദർശിച്ചു, കാതുകൊണ്ട് സ്വരം, മഹത്വത്തിന്റെ സ്വരം കേട്ടു. ഒരു വ്യക്തി തനിച്ചല്ല, അവർ 3 പേരും ശ്രവിക്കുകയാണ്. കമ്മ്യൂണിറ്റിക്ക് നൽകപ്പെട്ട ദൈവിക വെളിപാടാണ്. ഒരു വ്യക്തിക്ക് മാത്രം കിട്ടിയ ഒരു സബ്ജക്റ്റീവ് റെവലേഷൻ അല്ല, ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടിയ വെളിപാടാണത്. കർത്താവ് മഹത്വത്തോടെ വരുന്നതിൻ്റെ, ഗ്ലോറിയസ് കമ്മിങ്ങിന്റെ ഒരു ദൃശ്യരൂപം, അടയാളമായി ഏതാനും നിമിഷത്തേക്ക് അവർ അനുഭവിച്ചു. 7-ാം വാക്യത്തിൽ പറയാണ്, ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നാണ് സ്വരം കേട്ടത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. വെളിപാടിന്റെ വെളിച്ചം അവർക്ക് കിട്ടിയത് മാത്രമല്ല, അവരിൽ ദൈവ ചൈതന്യം വന്ന് ആവർത്തിക്കുകയും ചെയ്തു. താബോറിൽ നിന്ന് താഴ്വരകളിലേക്ക് ഇറങ്ങിപ്പോരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ഇതാരോടും പറയരുത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ മെസ്സയാനിക രഹസ്യം
അനാവരണം ചെയ്യാൻ തുടങ്ങുകയാണ്. മരണോത്ഥാനത്തോടെ അത് അനാവരണം ചെയ്യും പൂർണ്ണമായി. അതുവരെ രഹസ്യമായി വെക്കണം. കാരണം യേശുവിന്റെ മരണോത്ഥാനത്തോടെ മാത്രമേ അവൻ ആരെന്ന് വെളിപ്പെടുകയുള്ളൂ. മാത്രമല്ല, അവൻ മഹത്വത്തോടെ വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അല്പമെങ്കിലുമൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നത് അവന്റെ മരണോത്ഥാനത്തോടും സ്വർഗാരോഹണത്തോടെയുമാണ്. ഈ താബോർ അനുഭവമാണ് കർത്താവിന്റെ മഹത്വത്തോടെയുള്ള ആഗമനത്തിന്റെ അല്ലെങ്കിൽ ആഗമനത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിന്റെ ഒന്നാം ഫേസ് എന്ന് പറയാം, ആദ്യ ഘട്ടം. അതിന്റെ രണ്ടാം ഘട്ടം പൗലോസ് ശ്ലീഹായ്ക്കാണ് കിട്ടുന്നത്. 1 തെസ്സലോനി 4-ാം അധ്യായം 15 മുതൽ 5-10 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷത്തിലും തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ അത് പറയും. കർത്താവിന്റെ മഹത്വപൂർണമായ ആഗമനത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന്റെ 3 ഘട്ടങ്ങൾ. ഒന്നാം ഘട്ടം യേശു തന്നെ നേരിട്ട് അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. രണ്ടാം ഘട്ടം പൗലോസ് ശ്ലീഹായ്ക്ക് ഇവ ധ്യാനിച്ച് കിട്ടിയ ദർശനവും ഉൾക്കാഴ്ചയും അനുഭവവും. 3 യോഹന്നാൻ ശ്ലീഹായ്ക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ മഹത്വപൂർണമായ ആഗമനം ദർശിക്കാൻ, അവന്റെ രാജ്യം ശക്തിയോടെ സമാഗതമാകാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന മാർഗം ഏറ്റവും സംഗ്രഹിച്ചു പറഞ്ഞാൽ, നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക, അവനോട് കൂടെ ആയിരിക്കാൻ, അവന്റെ കുടുംബത്തിലെ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാകുക, അവനോട് കൂടെ ആയിരുന്ന അവന്റെ ദിവ്യ രഹസ്യങ്ങളെ ഉറ്റുനോക്കുക, അവിടുത്തെ വചനത്തിന് സുവിശേഷത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറാകുക. ഭയം കൂടാതെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന കർത്താവിന്റെ പ്രേക്ഷിതരായി നമ്മൾ മാറണം. ഇതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അവന്റെ മഹത്വപൂർണമായ ആഗമനം ദർശിക്കാൻ സഹായകമായ മാർഗവും പറയുന്നുണ്ട്, തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യവും പറയുന്നു. 3 പേരെയാണ് കർത്താവ് കൊണ്ടുപോയത്. ആ 3 പേരും കർത്താവും വന്നപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നു. നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ടയുടൻ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിച്ചെന്ന് യേശുവിനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. യേശു അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ദൈവത്തിന്റെ മഹത്വം ദർശിക്കണമെങ്കിൽ ഒരു കാര്യം വേണമെന്ന് ഇവിടെ പറയുന്നു. ഏതാ? വിശ്വാസം. വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുമെന്നു. അവർ അവനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ കണ്ടയുടൻ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവന്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശു ഉടനെ പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പോൾ മഹത്വപൂർണമായ പുനരാഗമനം കാണണമെങ്കിൽ എന്ത് വേണം? വിശ്വാസപൂർവം കാത്തിരിക്കണം. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്.
ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ചെന്നെ സഹായിക്കണമേ. അനുതാപത്തിന്റെ നല്ലൊരു മാതൃക അല്ലേ? എളിമയുടെ നല്ലൊരു മാതൃക. പ്രിയമുള്ളവരെ, ആത്മന പൊന്നുതമ്പുരാന്റെ മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് നമുക്കും പറയാം, നാഥ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മഹത്വപൂർണമായ പുനരാഗമനം ദർശിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. കർത്താവിനെ പൂർണ്ണമായി അറിയാവുന്നത് സാത്താന, കർത്താവിനെ അനുസരിക്കുന്നതും സാത്താന. അപ്പൊ നമ്മളാണ് കർത്താവിനെ അറിയാത്തവരും കർത്താവിനെ അനുസരിക്കാത്തവരും. പ്രിയ ശിഷ്യരെന്ന് പറയുന്ന നമ്മള്. എന്തൊരു വൈരുദ്ധ്യമാല്ലേ? 26-ാം വാക്യം, അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. സാത്താൻ പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി. അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു. അവരുടെ ഒരു ശൈലിയാണല്ലോ, വഴിക്ക് വെച്ച് പറയുന്ന വല്ലോ മനസ്സിലായില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചോദിക്കും. കാരണം കർത്താവ് ശകാരിച്ചാലും വേറെ ആരും കേൾക്കത്തില്ലല്ലോ അല്ലേ? അപ്പൊ യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകത്തില്ല. ധ്യാനപരമായ രഹസ്യ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ശക്തി, ഈ ശക്തി കൊണ്ടല്ലാതെ ഈ ജാതി പുറത്തു പോകത്തില്ല. അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നത് കാണണമെങ്കിൽ സാത്താന്റെ പ്രവൃത്തികളെ ഉന്മൂലനം ചെയ്യണം. യേശു കാണിച്ചു തന്നതുപോലെ കുരിശിൽ കർത്താവ് തിന്മയുടെ മേൽ പൂർണ്ണ വിജയം വരിച്ചതുപോലെ ക്രിസ്തു ശിഷ്യർ തിന്മയുടെ മേൽ പൂർണ്ണ വിജയം വരിക്കണം. തിന്മയുടെ മേൽ പൂർണ്ണ വിജയം വരിക്കണമെങ്കിൽ നമ്മൾ ദൈവ ഐക്യത്തില് എത്തിച്ചേരണം. താബോർ അനുഭവം പോലെ കർത്താവുമായുള്ള രൂപാന്തരീകരണ ഐക്യത്തിൽ എത്തിച്ചേരണം. ആ ഐക്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് തിന്മയെ ദൂരീകരിക്കാൻ, സാത്താനെ കീഴടക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം, ദൈവഭരണം ശക്തിയോടെ വരുന്നതും നമ്മുടെ കർത്താവ് മഹത്വപൂർണനായി വരുന്നതും കാണാൻ നമുക്കിടയാകും. ഇപ്പോൾ നമുക്ക് ആത്മന വിശ്വാസ കണ്ണുകൾ കൊണ്ട് അവയെല്ലാം ദർശിക്കാനും അതിനനുസൃതമായ ഒരു ജീവിത ശൈലി നമുക്ക് സ്വീകരിക്കാനും പരിശ്രമിക്കാം. നമ്മൾ മാത്രമല്ല, അനേകരെ ഈ പാതയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ തമ്പുരാന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും അവിടുത്തെ രാജ്യത്തിന്റെ പൂർത്തീകരണത്തിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.